അപ്പൊ നമ്മൾ ഈ കാണുന്ന വീട് 3.5 സെന്റിൽ 1680 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയ ഒരു പുതിയ വീടാണ്. നമസ്കാരം, ഞാൻ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ സമീപമാണ്. വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്നും 850 മീറ്ററിനകത്ത് നമുക്കൊരു 3.5 സെന്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 BHK കൂടിയുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പോകാം വിശേഷങ്ങളിലേക്ക്. അപ്പൊ നമ്മൾ ഈ കാണുന്ന വീട് 3.5 സെന്റിൽ 1680 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയ ഒരു പുതിയ വീടാണ്. അത്യാവശ്യം ഒരു കാർ പാർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള തന്നെ ഒരു മുറ്റമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട്. ഈ തടിയെല്ലാം പ്ലാവും തടിയിലാണ് ഡോറുകൾ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തടി എന്ന് പറയുന്നത് പ്ലാവും അൽക്കേഷ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹോളാണ്. ഇവിടുന്ന് ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയൽ വർക്കെല്ലാം ഒരു ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ വർക്ക് ഫുൾ ആയിട്ടില്ല. ഒരു 10 ദിവസവും കൂടി ഉണ്ട് കേട്ടോ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ വരുമ്പോൾ കിച്ചൺ. ഇതെല്ലാം തടിയിലാണ് നിർമ്മിച്ചത് കേട്ടോ. ബോർഡല്ല, കംപ്ലീറ്റ് തടിയാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ്. ഈ ഏരിയയൊക്കെ ഫുള്ളും ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ് കേട്ടോ. അത്യാവശ്യം പുതിയ വീടുകളെല്ലാം ഉണ്ട്. അടുത്ത ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ്. ഒരുവിധം ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ്, അലമാരയൊക്കെ ഇതെല്ലാം തടിയിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇതിനകത്തേക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ ഈ പെയിന്റിങ്ങിന്റെ ഒക്കെ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്തേക്കാണ്. അത് വർക്ക് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ മുകളിലത്തെ ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് താഴെ ഡൈനിങ് ഏരിയ ആണ്. അതിന്റെ സൈഡിലേക്ക് നമുക്ക് വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കയറി വരുമ്പോൾ തന്നെ ഉള്ള ഇന്റീരിയൽ വർക്കുകളൊക്കെ കണ്ടു. ഇത് ഫുള്ളും തടിയിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പം ഒരു സോക്കേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നന്നായി ഡിസൈൻ വർക്ക് ചെയ്തിട്ടുള്ള ഇതാണ്. അവിടെ നമ്മൾ വരുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ഹോളിലേക്കാണ് കയറി വരുന്നത്. ഇവിടെയും സോക്കേഴ്സ് ആയിട്ടുള്ള ഒരു നമുക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിലെ ഒരു ബെഡ്റൂമാണ്. അവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതും ഫുള്ളും തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. മുകളിലത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പം ഈ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ. അവിടെയും ധാരാളമായ സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതും തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ ആ സൈഡിലൊക്കെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ബെഡ്റൂമിനകത്തുള്ള ഇന്റീരിയർ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് നല്ല വലിപ്പമുള്ള ബാത്റൂംസ് ആണ് കേട്ടോ. മുകളിലത്തെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള നല്ലൊരു ബാൽക്കണി ഏരിയ. ഇതിന്റെ ലൊക്കേഷൻ കണ്ടോ, നല്ല സൂപ്പറായിട്ട് നല്ല വലിപ്പമുള്ള നല്ലൊരു ബാൽക്കണി ഏരിയ കേട്ടോ.
നമുക്ക് നന്നായിട്ടൊരു 4 സീറ്റർ ചെയറൊക്കെ ഇട്ടിരിക്കാനും അത്യാവശ്യം നമുക്ക് ഈ ഊഞ്ഞാലൊക്കെ ഇടാനുള്ള എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. നല്ല മോഡേൺ ലൈറ്റൊക്കെയാണ് അവർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഈ വീട് മേടിക്കുന്നവർക്ക് ഈ റെന്റിങ് പർപ്പസിന് ഇപ്പം ഒരാളോ 2 പേരോ ഒക്കെയാണ് താമസിക്കുന്നത്, താഴത്തെ ഫ്ലോർ മുകളിലത്തെ ഫ്ലോർ റെന്റ് കൊടുക്കുന്നെങ്കിലും അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ ഈ കാണുന്നിടത്തുനിന്ന് ഒരു സ്റ്റെയർ കൊടുത്തു കഴിഞ്ഞാൽ മുകളിലത്തെ നിലയിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതാ ഇവിടെ നിന്ന് താഴെ നിന്നൊരു സ്റ്റെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി മുകളിലത്തെ ഫ്ലോർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഇതിനകത്തുണ്ട്. ഇതാ ഈ സൈഡേ കണ്ടില്ലേ, നല്ല രീതിയിൽ ഡിസൈൻ. ഇതെല്ലാം തടിയിലാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്നും വെറും 850 മീറ്ററിനകത്താണ് ഈ വീട്ടിലേക്ക് വരാനുള്ള ദൂരം. 3.5 സെന്റിലായിട്ട് 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമിന്റെ വീട്ടിൽ ഈ പുതിയ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 68 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കിടന്ന നമ്പറിലേക്ക് വിളിക്കുക. അത് കൂടാതെ നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.